വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു കാര്യം ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാനൊരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആൻഡ് ക്ലിനിക്കൽ ടെക്നിക്സ് എന്ന ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. മെൻഡെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 2026 അതിൻ്റെ ഒരു എക്സാമിനേഷൻ ഡേറ്റ് അടുത്ത് ഇന്ന് മുതലാണ് അതിൻ്റെ എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. ക്ലാസ്സുകൾ വളരെ റെഗുലറായിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡഡ് സെഷനാണ്. അപ്പം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്കത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ അവർ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് അയച്ചു തരുമായിരുന്നു. ആസ് യൂഷ്വൽ എൻ്റെ നേച്ചർ അനുസരിച്ച് ഞാൻ അങ്ങനെ നേരത്തെ മെനക്കെടാറില്ല. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് പരീക്ഷ വൈകിട്ട് 1.5 മണിക്കൂർ എക്സാമുണ്ട്. അപ്പം ഇന്ന് ആ ഒരു ചൂട്, പരീക്ഷാ ചൂട് എന്നത്തെ പോലെ, കുട്ടിക്കാലത്തെ പോലെ തന്നെ ഇന്ന് ആ പരീക്ഷാ ചൂട് വീണ്ടും എത്തി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 4 എക്സാമാണുള്ളത്. ഇന്ന്, നാളെ, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആണ്. 4 സബ്ജക്റ്റ് ആണ്. ടോട്ടൽ ഏകദേശം 10 ചാപ്റ്ററോളം ഉണ്ട്. 8 മൊഡ്യൂൾസ് ഉണ്ട്. 8 മൊഡ്യൂൾസ് ഉണ്ട്. 8 മൊഡ്യൂൾസിന് 2 മൊഡ്യൂൾസ് വെച്ചുകൊണ്ട് അങ്ങനെ 4 ദിവസത്തെ എക്സാമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് 2 മൊഡ്യൂളാണ്. അതിൽ ഇന്നത്തെ മൊഡ്യൂൾ സബ്ജക്ട്സ് എന്ന് പറയുന്നത് അപ്രോച്ച് ടു കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി, പിന്നെ ദ കൗൺസിലർ. ഈ 2 മൊഡ്യൂളാണ് നമുക്ക് ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഒരു പഠനത്തോടുള്ള ഒരു ശൈലി, എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്, പരീക്ഷയെ ഫേസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വരെയും ഞാൻ ഈ പരീക്ഷയെ പറ്റി ടെൻസ്ഡ് ആവുകയോ സ്ട്രെസ്ഡ് ആവുകയില്ല. അതൊരു ഓവർ കോൺഫിഡൻസ് അല്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കാണും, ഈയിടെയെന്നല്ല, ഏകദേശം 1 വർഷമാവുന്നു, ഒരു വീഡിയോ കണ്ടു. ശശി തരൂരിൻ്റെയാണ് ആ വീഡിയോ. ശശി തരൂർ വീഡിയോ വ്യക്തമായിട്ട് എക്സാക്ട് പോയിൻ്റായിട്ടല്ല, എനിക്കതിൽ നിന്ന് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് നോക്കാം. നമ്മൾ ഏത് എക്സാമിനേഷൻസും ഫേസ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ല എക്സാമിനേഷൻ എഴുതുമ്പോഴും നമ്മൾ ആ ഒരു എക്സാമിനേഷനെ ഒരു ബേർഡനായിട്ട് കാണേണ്ട കാര്യമില്ല. എപ്പോഴും ഒരു സ്ട്രാറ്റജീസ് ഉണ്ടാകും. നമ്മൾ പഠിച്ചതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് A to Z പഠിക്കുക എന്നുള്ളത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് അത്രയും പഠിക്കാനുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ ആ ഒരു ക്ഷമയോ അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചസോ ആയിരിക്കില്ല. പക്ഷേ ചിലവർക്ക് അവർ 2 മണിക്കൂറാണ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് അവർ പഠിക്കുന്നതെങ്കിൽ പോലും ആ മൊഡ്യൂളിൻ്റെ ബേസ് അനുസരിച്ച്, മൊഡ്യൂളിൻ്റെ ആ ലെങ്ത് അനുസരിച്ച് അവർ പഠിക്കുന്ന സമയത്ത് അവർ ചിലപ്പം അതിനെ വളരെ ഭംഗിയായിട്ട് കവർ ചെയ്യുകയും നല്ല സ്കോർ മേടിക്കുന്നവരുമുണ്ട്. ഞാനിത് ഈ പഠനത്തെ ഏകദേശം എനിക്കൊന്ന് എൻ്റെ ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ് ആയിരുന്നു. അവിടം വരെ ഞാൻ വളരെ സ്ട്രെസ് ഫുള്ളായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് എക്സാം ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ആയിരുന്നു ഇൻ സോഷ്യൽ വർക്കിൽ. അപ്പം അതിന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലിലായിരുന്നു താമസിക്കുന്നത്. പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കത്തില്ല എന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവിടെയുള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്തു. രാവിലെ മുതൽ ബുക്കും പുസ്തകവും പേപ്പറും ഒക്കെ ആയിട്ട് ഇരുന്നു. സോഷ്യൽ വർക്ക് പഠിച്ചവർക്കറിയാം ഹിസ്റ്ററി ആൻഡ് ഫിലോസഫിയുടെ ലെങ്ത് ആൻഡ് ഡീപ്പ്. ഓക്കെ, അപ്പം അത് ഒത്തിരി കണ്ടൻസ് ഉണ്ട്. എവിടെ തുടങ്ങണമെന്നറിയില്ല, കാരണം ഇതൊന്നും പഠിക്കാറില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്, പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു എക്സാമിന് വേണ്ടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന വ്യക്തികളല്ല. അപ്പം അന്ന് ഞങ്ങൾ രാവിലെ മുതൽ ഏകദേശം 4-5 പേരുണ്ട്. എല്ലാവരും ഇരുന്നു. ഒരു ഐഡിയ കിട്ടുന്നില്ല, എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ല. അതുവരെ നമ്മൾ സെൽഫായിട്ട് പഠിക്കും. ചിലപ്പോൾ കമ്പൈൻ സ്റ്റഡീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്പൈൻ സ്റ്റഡീസിൻ്റെ സമയത്ത് നമ്മൾ പഠിക്കുന്നതല്ലാതെ ഈ ഒരു നമുക്കതിനെപ്പറ്റി ഒരു വ്യക്തമായൊരു ധാരണയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ MS ഡോളിയിലെ തന്നെ വേറെ 3 പേര്, അവരെ വേണം നമുക്കൊരു അഡ്വാൻസ്ഡ് കാറ്റഗറിയിൽ പെടുത്താം. കാരണം അവർ അക്കാഡമിക്കലിയും അവരുടെ എക്സ്പീരിയൻസ് വൈസിലും അവർ അഡ്വാൻസ്ഡ് ആണ്. അതിൽ ഈ 3 പേരും കൂടെ ഞങ്ങളെവിടെയാണ് താമസിക്കുന്നത്, ഈ ലോഡ്ജിലാണെന്ന് പറഞ്ഞ് ഇവർ 3 പേരും കൂടെ ഞങ്ങളെ കാണാൻ വന്നു. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഒരു പക്ഷേ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അത് പറഞ്ഞ കാര്യം. ആ 3 പേര് അവിടെ എത്തുകയും അവർ അതിനകത്ത് ഞങ്ങളുടെ ബാച്ചിലെ തന്നെ ഹൈ സ്കോറുള്ള ഒരാളുണ്ട്, ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, പിന്നെ ഒരു ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരാളും കൂടെ ഉണ്ട്. ഇവർ 3 പേരും വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്ത് പഠിച്ചു, ഞങ്ങൾ എവിടെ പഠിക്കണം, എങ്ങനെ പരീക്ഷ എഴുതണം എന്ന് പോലും ഒരു അറിയാൻ മേലാതെ വളരെ ബ്ലാങ്കായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ടെക്നിക്സ് കാണിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം, നിങ്ങൾക്കത് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ നോക്കാം. എന്തായാലും വേറെ ഒരു വഴിയുമില്ല.
ആ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഓക്കെ, വി ആർ റെഡി ടു സിറ്റ് വിത്ത് യു. അപ്പം അതിലെ ഞാൻ പറഞ്ഞ അക്കാഡമിക്കൽ ഹൈ ബാക്ക്ഗ്രൗണ്ടുള്ള അദ്ദേഹവും ഈ അഡ്വക്കേറ്റും ഈ പറഞ്ഞ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആളും കൂടെ ഒരു പേപ്പർ എടുത്തു. ഒരു പേപ്പറിനകത്ത് ഒരു ചാർട്ട്, അതിപ്പോൾ എൻ്റെ വശമില്ല, അതുപോലൊരു ചാർട്ട് ഞാൻ ഇപ്പം ഈ എക്സാമിന് എൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ആക്കിയിരുന്നു. ഏകദേശം ഈ ഒരു സ്റ്റൈൽ വരും. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റില്ല എങ്കിലും കുറച്ച് വരകളും ഗ്രാഫ്സും ചിത്രങ്ങളും ട്രീയും പോലത്തെ ഓരോ കാര്യങ്ങൾ കാണാം. ഇതിനേക്കാൾ ഭംഗിയായിരുന്നു. ഇത് ഞാനുണ്ടാക്കിയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു കുറവുകൾ കാണും. എന്നിട്ട് ഞാൻ നോക്കി, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 11 പേജോ 15 പേജോ ഉള്ളൂ എന്ന് തോന്നുന്നു മാക്സിമം. ആ 15 പേജ് ഇതാണ് നമുക്ക് നാളെ പരീക്ഷയ്ക്ക് വരുന്ന ഭാവം. ഫസ്റ്റ് സെമസ്റ്റർ MG യൂണിവേഴ്സിറ്റിയുടെ സോഷ്യൽ വർക്കിൻ്റെ കടൽ പോലെ കിടക്കുന്ന ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഇൻ സോഷ്യൽ വർക്കിലെ പോയിൻ്റാണ് അദ്ദേഹം പറയുന്നത്. അവർ പറയുന്നത് 15, മാക്സിമം 15 അല്ലെ 20 പേജിലുള്ള ഇതിൽ, അതായത് 20 പേജെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലത്തെ നീളത്തിൽ, ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ പേജുകൾ കണ്ടു കാണും. ഇങ്ങനെ ഒരു A4 സൈസിനെ ഉണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പേപ്പറാണ്. അതിന് 15 പേജിൽ ഈ പറഞ്ഞ ഭാവം മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും, ഞങ്ങൾക്കും ഉണ്ടായി. പക്ഷേ വേറെ ഒരു സാഹചര്യവുമില്ല, ഉള്ളതെങ്കിലും പഠിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടെ ഇരുന്നു. ഇവർ ഓരോ ചാർട്ടും ഓരോ ഗ്രാഫും ഓരോ വരകളും ഓരോ അണ്ടർലൈൻസും വ്യക്തമായി പറഞ്ഞു. സത്യമായി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതുവരെ പല അധ്യാപകരുടെ മുമ്പിലും പല സുഹൃത്തുക്കളോടൊപ്പവും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ പറഞ്ഞ ആ ഗ്രാഫ് പോലുള്ള ആ പേപ്പറിനെ ഞങ്ങൾ വിലയിരുത്തി പഠിച്ചു. ആ 4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ എല്ലാവരും തന്നെ, ഒരാളല്ല, അവിടെ ഉണ്ടായിരുന്ന 10 ബോയ്സ്, ഞങ്ങൾ 11 പേരായിരുന്നു സോഷ്യൽ വർക്കിൽ ജെൻസ് ആയിട്ടുണ്ട്. അതിലെ 10 പേരും അവിടെ ഉണ്ടായിരുന്നു. ആ 10 പേർക്കും ഒരുപോലെ ഗ്രഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോഴും ആ 10 പേർക്കും അത് വ്യക്തമായി മനസ്സിലായി. നാളെ നെക്സ്റ്റ് ഡേയിൽ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് പൂർണ്ണ കോൺഫിഡൻസോടുകൂടി ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. സാധിച്ചു എന്നുള്ളതല്ല, ഞാനൊക്കെ വളരെ ഇംഗ്ലീഷിൽ വളരെ ബേസിക് എന്നും പറയാൻ പറ്റില്ല, ഒട്ടും ഒരു എക്സ്പേർട്ടല്ലായിരുന്നു. ഒരു സെൻറ്റൻസ് പോലും കൃത്യമായി ഗ്രാമർ തെറ്റില്ലാതെ എഴുതാൻ അറിയാൻ മേലാത്തൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ പോലും ഈ പറയുന്ന ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഇൻ സോഷ്യൽ വർക്കിൽ നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ എഴുതിയ, അതായത് MSWൻ്റെ ഫസ്റ്റ് ബാച്ച് എക്സാമിന് ഏകദേശം 50 യൂണിവേഴ്സിറ്റി പേപ്പർ ഷീറ്റ്സ് ഞാൻ എഴുതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ പഠന രീതി, ഞങ്ങളെ പഠിപ്പിച്ച ആ ശൈലി എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ MSWൻ്റെ എല്ലാ എക്സാമും, അതിനുശേഷം ഞാൻ എഴുതിയ എല്ലാ എക്സാമിനെയും എൻ്റെ പ്രിപ്പറേഷൻ രീതിയും, എല്ലാ പരീക്ഷയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ 11 പേരും, അന്ന് 10 പേരായിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും പിന്നീട് 11 പേരും ഒരുമിച്ചിരുന്നാണ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഈ പറയുന്ന പോലെ പരീക്ഷയുടെ ഒരു സ്ട്രെസ്സും ഞങ്ങളിലുണ്ടായിരുന്നില്ല. കാലഘട്ടത്തിലൊന്നും പരീക്ഷ ഇത് എഴുതണം അത് എഴുതണം എന്നതിനെപ്പറ്റി ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഞങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാ സെമസ്റ്ററും അവസാനത്തെ എക്സാം വരെയും ഞങ്ങൾ മനോഹരമായി എഴുതുകയും, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 67% MG യൂണിവേഴ്സിറ്റി 2007 ഞാൻ പാസ് ഔട്ട് ആയപ്പോഴത്തേക്ക് 67% സോഷ്യൽ വർക്കിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ വരുന്നത്, ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ആർക്കെങ്കിലും പരീക്ഷയെ ഓർത്ത് വേവലാതിപ്പെടുന്ന, പരീക്ഷയെ ഓർത്ത് പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ എന്തു പഠിച്ചു എന്നതിനെ പറ്റിയുള്ളൊരു വിലയിരുത്തൽ മാത്രമാണ്. നമ്മൾ അതിനെ ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ളതും പഠിക്കില്ല, പഠിച്ചതൊട്ട് ഓർക്കുകയുമില്ല. അപ്പോൾ ഏറ്റവും റിലാക്സ്ഡായിട്ട് നമ്മളുടെ സമയബന്ധിതമായി തന്നെ നമ്മളുടെ പരീക്ഷയുടെ, ഞാൻ അതിനുശേഷം ഒരു പരീക്ഷ പോലും മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
ഒരുപക്ഷെ ഒന്നെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വൈകുന്നേരമാണ് പരീക്ഷ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഏകദേശം ഞാനിപ്പോൾ യുഎയിലാണ്. യുഎയിൽ 9:15 കറക്റ്റ് എക്സാക്റ്റ് ടൈം 9:17 ഞാൻ ആരംഭിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഞാനൊരു 2 മണിക്കൂർ മാക്സിമം, അത്ര ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, 2 മോഡ്യൂളേ ഉള്ളൂ. അപ്പം അതിനുള്ളിൽ ഞാൻ ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആവുകയും ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതുകയും ഭംഗിയായി എഴുതാൻ സാധിക്കും എന്നെനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു ഓവർ കോൺഫിഡൻസ് അല്ല, ഐ ആം ട്രസ്റ്റിംഗ് ഇൻ മൈ ഗോഡ് ആൻഡ് ഐ നോ ദാറ്റ് ഐ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയാണ് അത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാം ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും റീഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു സ്കാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ തുടക്കത്തിൽ നിന്നൊരു ചെറിയ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ശശി തരൂർ പറഞ്ഞിരുന്നൊരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ പരീക്ഷയ്ക്കും ഓരോ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്കിനെ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പരീക്ഷ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പരീക്ഷയുടെ ടെക്നിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ടെക്നിക്ക് പഠിച്ചതുകൊണ്ട് പഠിക്കുന്ന ആ രീതിയിൽ നമ്മൾ പരീക്ഷയെ ഫേസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് സ്ട്രെസ് റിലീസായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ സബ്ജക്റ്റ് ഓരോരുത്തരുടെ ആപ്റ്റിറ്റ്യൂഡാണ്, ഓരോരുത്തരുടെ ഇൻട്രസ്റ്റാണ്. അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സബ്ജക്റ്റിൻ്റെ ഡീപ്പിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പം പരീക്ഷകളെ പേടിക്കരുത്. പരീക്ഷകൾ കാണുമ്പോൾ തലയിറങ്ങേണ്ട കാര്യമില്ല. പരീക്ഷ വരുമ്പോൾ തലവേദന എടുക്കേണ്ട കാര്യമില്ല. പരീക്ഷ ഓർത്ത് ആങ്സൈറ്റി കൂട്ടേണ്ട കാര്യമില്ല. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മളെല്ലാവരും മനസ്സിനെ ആ രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ പരീക്ഷ കഴിയുമ്പോൾ ഞാൻ പറയാം എനിക്ക് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി, എത്ര മനോഹരമായിട്ട് അതെനിക്ക് എഴുതാൻ സാധിച്ചു. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് മനോഹരമായി തന്നെ ആസ്വദിച്ച് തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. പരീക്ഷയെ ഫേസ് ചെയ്യുന്നത് നമ്മളൊരു പൂ മണക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്ന പോലെ ആസ്വദിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കണം. അങ്ങനെ എല്ലാവർക്കും പരീക്ഷകളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. അതോടൊപ്പം എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കടുത്ത വേറൊരു വീഡിയോയുമായി കാണാം അടുത്ത പ്രാവശ്യം. താങ്ക് യു.